Good morning, dears. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സി പ്രോഗ്രാമിങ്ങിനകത്ത് സെക്കൻഡ് മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂളിൽ വരുന്ന സി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ എന്താണ് സി ഓപ്പറേറ്റേഴ്സ്, ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സി ഓപ്പറേറ്റേഴ്സ് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ എന്താണ് ഓപ്പറേറ്റേഴ്സ്? The symbols which are used to perform logical and mathematical operations in a C program are called C operators. Operators എന്ന് പറയുന്നത് സിമ്പിൾസിനെയാണ്. സോ നമ്മളുടെ സി പ്രോഗ്രാമിങ്ങിനകത്ത് ലോജിക്കൽ ആൻഡ് മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സിമ്പിൾസിനെയാണ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ സി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിൾസ് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. മാത്തമെറ്റിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്? എഡീഷന് വേണ്ടിയിട്ട് പ്ലസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ? അതുപോലെ സബ്ട്രാക്ഷന് വേണ്ടിയിട്ട് മൈനസ് യൂസ് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്ലിക്കേഷൻ സിമ്പിൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിമ്പിൾസിനൊക്കെയാണ് സി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഇത് കൂടാതെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമ്പിൾസ് ഉണ്ട്, നമുക്ക് നോക്കാം. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാനിപ്പുലേറ്റ് ഡാറ്റ ആൻഡ് വേരിയബിൾസ്. ഡാറ്റേനെയും അതുപോലെ വേരിയബിൾസിനെയും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഓപ്പറേറ്റേഴ്സ്, ഫങ്ഷൻസ്, കോൺസ്റ്റന്റ് ആൻഡ് വേരിയബിൾസ് ആർ കമ്പൈൻഡ് ടുഗെദർ ടു ഫോം എക്സ്പ്രഷൻസ്. നമ്മൾ ഈ ഓപ്പറേറ്റേഴ്സ്, ഫങ്ഷൻസ്, കോൺസ്റ്റൻസ്, വേരിയബിൾസ് ഇവയെല്ലാം യൂസ് ചെയ്തിട്ട് എക്സ്പ്രഷൻസ് ഫോം ചെയ്യും. ഓക്കെ, എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഓപ്പറൻസിൻ്റെയും ഓപ്പറേറ്റേഴ്സിൻ്റെയും ഒരു സീക്വൻസിനെയാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഒരു എക്സ്പ്രഷനകത്ത് ഓപ്പറൻസും ഉണ്ടായിരിക്കും, ഓപ്പറേറ്റേഴ്സും ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ ഈ ഓപ്പറേറ്റേഴ്സും ഓപ്പറൻസും കൂടി ചേർന്നിട്ട് ഒരു സിംഗിൾ വാല്യൂ അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു വാല്യൂ ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻസ് നമുക്കറിയാം. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇവിടെ കൊടുത്തിട്ടുണ്ട് 10 + 5 ഈസ് ആൻ എക്സ്പ്രഷൻ. 10 + 5 എന്നുള്ളത് എന്താണ്? ഒരു എക്സ്പ്രഷൻ ആണ് അല്ലേ? ഈ എക്സ്പ്രഷനകത്ത് എന്തൊക്കെയുണ്ട്? ഓപ്പറൻസും ഉണ്ട്, ഓപ്പറേറ്റേഴ്സും ഉണ്ട്. ഓക്കെ, ഇതിനകത്തുള്ള ഓപ്പറൻസ് എന്ന് പറയുന്നത് ഏതാണ്? 10ഉം 5ഉം ഇവിടുത്തെ ഓപ്പറൻസ് ആണ്. അതുപോലെ പ്ലസ് എന്ന് പറയുന്ന സൈൻ ഇവിടുത്തെ ഓപ്പറേറ്റർ ആണ്. എഡീഷൻ ഓപ്പറേറ്റർ ആണ് പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? ഒരു സിംഗിൾ വാല്യൂ അല്ലേ? 10 + 5 എന്ന് പറയുന്ന എക്സ്പ്രഷൻ്റെ റിസൾട്ട് എന്താണ്? 15 ആണ് അല്ലേ? സോ അത് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു സിംഗിൾ വാല്യൂ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കാം, ഫങ്ഷൻസ്, കോൺസ്റ്റൻസ്, വേരിയബിൾസ് ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ട് ആണ് നമ്മൾ എന്ത് ക്രിയേറ്റ് ചെയ്യുന്നത്? എക്സ്പ്രഷൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഇതാണ്. ഒരു എക്സ്പ്രഷനകത്ത് ഓപ്പറൻസും ഓപ്പറേറ്റേഴ്സും ഉണ്ടായിരിക്കും. ഇവിടെ കൊടുത്തിരിക്കുന്ന 10 and 5 എന്ന് പറയുന്നത് ഓപ്പറൻസ് ആണ്. അതുപോലെ നമ്മളൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ A + B എന്ന് പറയുന്ന ഒരു എക്സ്പ്രഷനാണ്. ആ എക്സ്പ്രഷനകത്തെ ഓപ്പറൻസ് ഏതൊക്കെയാണ്? എയും ബിയും ആണ് അതിനകത്തുള്ള ഓപ്പറൻസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ അതിനകത്ത് ആ എയും ബിയും എന്ത് ഓപ്പറേഷൻ ആണോ നമ്മൾ അവിടെ ചെയ്യാൻ പോകുന്നത്, ആ ഓപ്പറേഷൻ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഓപ്പറേറ്റർ ആണോ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്ത് സിമ്പിളാണോ അവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതിനെയാണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഏതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സി ഓപ്പറേറ്റേഴ്സ് എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഫെമിലിയർ അല്ലാത്ത ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ, അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ്. ഏതാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്? നമുക്ക് മാത്സിലൊക്കെ നമ്മൾ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ആൻഡ് മോഡുലസ് ഇത്രയും ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് സിമ്പിൾസ് ഉണ്ട് അല്ലേ? അതിനെയാണ് അരിത്മെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് കാറ്റഗറി അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. എന്തൊക്കെയാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്? അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസൈൻ ദ വാല്യൂ ഫോർ വേരിയബിൾസ് ഇൻ എ സി പ്രോഗ്രാം. സി പ്രോഗ്രാമിനകത്ത് വേരിയബിൾസിന് അസൈൻ ചെയ്യുന്ന വാല്യൂസ്. നെക്സ്റ്റ് വരുന്നത് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്.
റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾസിൻ്റെ വാല്യൂസ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ്. ഇപ്പോൾ രണ്ട് വേരിയബിൾസിനെ എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യാം? ഇപ്പോൾ എക്സും വൈയും രണ്ട് വേരിയബിൾ ആണ്. അതിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എക്സ് ഗ്രേറ്റർ ദാൻ വൈ അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ വൈ, ഇങ്ങനെയുള്ള ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ, ഈക്വൽ ടു, ഇങ്ങനെയുള്ള വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം അങ്ങനെയുള്ളതിനെയാണ് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോജിക്കൽ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സിനെയാണ് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്, ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം ലോജിക്കൽ ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്? ആൻഡ്, ഓർ, എക്സോർ, ഇങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെയാണ് ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സം സെറ്റ് ഓഫ് സിമ്പിൾസ് ഉണ്ട്. ആൻഡ് അങ്ങനെയുള്ള സം സെറ്റ് ഓഫ് സിമ്പിൾസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് സിമ്പിൾസ് അതിനകത്ത് വരുന്നത് എന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതായത് ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ നോക്കാം. ഇപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ്. നെക്സ്റ്റ് വരുന്നത് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ്. ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് പെർഫോം ബിറ്റ് ഓപ്പറേഷൻസ് ഓൺ ഗിവൺ ടു വേരിയബിൾസ്. തന്നിരിക്കുന്ന വേരിയബിൾസിനകത്ത് ബിറ്റ് ഓപ്പറേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സാണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ബിറ്റ് വൈസ് ആൻഡ്, ബിറ്റ് വൈസ് ഓർ, അതുപോലെ ബിറ്റ് വൈസ് എക്സ്ക്ലൂസീവ് ഓർ, ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ബിറ്റ്സിൻ്റെ മുകളിൽ നമ്മൾ ഓപ്പറേഷൻസ് പെർഫോം ചെയ്യുമ്പോൾ, ബിറ്റ്സുകളെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ, അതുപോലെ ബിറ്റ്സുകളെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ആണ് ബിറ്റ് വൈസ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് ഓർ ടെർണറി ഓപ്പറേറ്റേഴ്സ് എന്ന് പറയും. Conditional operators return one value if condition is true and returns another value if condition is false. Okay, conditional operators എന്താ ചെയ്യുക? കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഒരു വാല്യൂ റിട്ടേൺ ചെയ്യും, ഇനി കണ്ടീഷൻ ഫാൾസ് ആണെങ്കിൽ വേറൊരു വാല്യൂ ആണ് റിട്ടേൺ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സിനെയാണ് കണ്ടീഷണൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്. either increase or decrease the value of the variable by 1. നമുക്കൊരു വേരിയബിളിൻ്റെ വാല്യൂ എന്ത് ചെയ്യണം? ഒന്ന് കൂട്ടുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യണം. വാല്യൂ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക, 1 ബിറ്റ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സം ഓപ്പറേറ്റേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിനെയാണ് ഇൻക്രിമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുക. ഇനിയിപ്പോൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ, ഇപ്പോൾ എക്സ് ഈക്വൽ ടു 15 ആണെന്നുണ്ടെങ്കിൽ എക്സിൻ്റെ വാല്യൂ ഒന്ന് ഡിക്രിമെൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുക അവിടെ ഡിക്രിമെൻറ്റ് ഓപ്പറേറ്റർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. ഇനി ഇതൊക്കെ കൂടാതെ സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് ചില വേരിയബിൾസ് പോയിൻ്റർ ആണെന്ന് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്റ്റാർ യൂസ് ചെയ്യും. ദെൻ സൈസ് ഓഫ്, അതുപോലെ ടേണറി ഓപ്പറേറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഓപ്പറേറ്റേഴ്സൊക്കെയാണ് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത്. ജസ്റ്റ് അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സ്, അസൈൻമെൻറ്റ് ഓപ്പറേറ്റേഴ്സ്, റിലേഷണൽ ഓപ്പറേറ്റേഴ്സ്, ലോജിക്കൽ, ബിറ്റ് വൈസ്, കണ്ടീഷണൽ, ഇൻക്രിമെൻറ്റ് ഓർ ഡിക്രിമെൻറ്റ് ആൻഡ് സ്പെഷ്യൽ ഓപ്പറേറ്റേഴ്സ്. ഇത്രയും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സി ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. പിന്നെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതത് ടോപ്പിക്കുകൾ കവർ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വരുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന പോർഷനാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് എന്താണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത് നോക്കാം. അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്? അഡീഷൻ, ഫസ്റ്റ് വൺ അഡീഷൻ, ദെൻ സബ്ട്രാക്ഷൻ. അഡീഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? പ്ലസ് ആണ് അല്ലേ? പ്ലസ് എന്ന് പറയുന്ന സിമ്പിളാണ് നമ്മൾ രണ്ട് വേരിയബിൾസിന് തമ്മിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു എക്സ്പ്രഷൻ A+B എന്ന് പറയുന്ന എക്സ്പ്രഷനകത്ത് എയും ബിയും എന്താണ്? ഓപ്പറൻസ് ആണ്. ഇതിനകത്ത് പ്ലസ് എന്ന് പറയുന്നത് എന്താണ്? ഓപ്പറേറ്റർ ആണ് അല്ലേ? ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റർ ആണ് പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു എക്സ്പ്രഷന് നമുക്ക് എന്ത് കിട്ടും? ഒരു സിംഗിൾ വാല്യൂ കിട്ടും അല്ലേ? 15 എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എയും ബിയും ആണ്. എൻ്റെ വാല്യൂ നമ്മൾ എടുത്തിരിക്കുന്നത് 10 ആണ്, ബിൻ്റെ വാല്യൂ 5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ
യൂസ് ചെയ്തിരിക്കുന്ന ഓപ്പറേറ്റർ ഏതാണ്? അഡീഷൻ അല്ലേ? പ്ലസ് എന്ന് പറയുന്ന സിമ്പിളാണ് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ പ്ലസ് എന്ന് പറയുന്ന സിമ്പിൾസ് രണ്ട് ഓപ്പറൻസിൻ്റെ ഇടയിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊരു വാല്യൂ കിട്ടും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അഡീഷൻ ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. അഡീഷൻ ഓപ്പറേറ്ററിന് പറയുന്ന വേറൊരു പേരാണ് യൂണറി പ്ലസ് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് പോസിറ്റീവ് നമ്പർ ആണ് അല്ലെങ്കിൽ പ്ലസ് ആണ് അവിടെ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂണറി പ്ലസ് യൂസ് ചെയ്യും. ഓക്കെ, ഇനി സബ്ട്രാക്ഷൻ. നെക്സ്റ്റ് വരുന്നത് സബ്ട്രാക്ഷൻ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്ന സിമ്പിൾ മൈനസ് ആണ്. അപ്പോൾ രണ്ട് വേരിയബിൾസിനെ തമ്മിൽ മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആണ് എന്ത് യൂസ് ചെയ്യുന്നത്? സബ്ട്രാക്ഷൻ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വരുന്നത് മൾട്ടിപ്ലിക്കേഷൻ. മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സി പ്രോഗ്രാമിങ്ങിനകത്ത് സ്റ്റാർ എന്ന് പറയുന്ന സിമ്പിളാണ് യൂസ് ചെയ്യുന്നത്. സോ ഇവിടെ തന്നിരിക്കുന്ന എൻ്റെയും ബീൻ്റെയും മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് എന്താണ്? 50 ആണ് അല്ലേ? അപ്പോൾ ഈ ഒരു എക്സ്പ്രഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 50 എന്ന് പറയുന്ന ഇൻറ്റിജർ വാല്യൂ ആണ് കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് അരിത്തമാറ്റിക് ഓപ്പറേറ്റർ ആയിട്ട് വന്നിട്ടുള്ളത് ഡിവിഷൻ ആണ്. ഓക്കെ, അപ്പം നമ്മൾ രണ്ട് നമ്പേഴ്സിനെ തമ്മിൽ ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡിവിഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. എ ബൈ ബി റിസൾട്ട് എന്താ? ഇവിടെ 2 ആണ് കിട്ടിയിട്ടുള്ളത് നമ്മളുടെ വാല്യൂസിനനുസരിച്ച്. ഓക്കെ, ഇനി നെക്സ്റ്റ് വരുന്ന ഓപ്പറേറ്റർ ആണ് മോഡുലസ് അല്ലെങ്കിൽ മോഡുലോ ഡിവിഷൻ എന്നും പറയും. ഓക്കെ, അപ്പോൾ ഈ മോഡുലസ് ഓപ്പറേറ്ററിൻ്റെ ഫംഗ്ഷൻ എന്താ? ഇതിന് വേണ്ടിയിട്ടാണ് മോഡുലസ് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ഒരു റിമൈൻഡർ കിട്ടുന്നുണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ ഇവിടെ 10ഉം 5ഉം ആണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിമൈൻഡർ എന്താ വരുന്നത്? 0 ആണ് അല്ലേ? അപ്പോൾ നമ്മൾ ഈ മോഡുലോ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റിമൈൻഡർ ആണ് കിട്ടുക. ഓക്കെ, ഇനി ഇവിടെ ഒരു കാര്യം കൂടെ പറയട്ടെ. ഇവിടെ ഡിവിഷൻ ചെയ്തല്ലോ നമ്മൾ. അപ്പോൾ ഈ ഡിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇനി ഇവിടെ നമ്മൾ എൻ്റെ വാല്യൂ 10 ആയിട്ടും ബീൻ്റെ വാല്യൂ 3 ആയിട്ടും എടുക്കുകയാണ്. ഇനി ഇവിടെ ഡിവിഷൻ ഓപ്പറേഷൻ നമ്മൾ ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ റിസൾട്ട് എന്തായിരിക്കും? 10 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഇസ് ഈക്വൽ ടു 3 ആയിരിക്കും റിസൾട്ട് ഉണ്ടായിരിക്കുക. ആക്ച്വലി വരുന്നത് എന്താണ്? 10 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ 3.333 വരും അല്ലേ? പക്ഷേ ആ ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സ് ഇവിടെ റിസൾട്ട് ആയിട്ട് വരില്ല. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും റിസൾട്ട് ആയിട്ട് കിട്ടുന്നത്. ആ ഫ്ലോട്ടിംഗ് പോയിന്റ് എന്ത് ചെയ്യും? ഇഗ്നോർ ചെയ്യും. ഓക്കെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അരിത്തമെറ്റിക്കൽ ഓപ്പറൻസിൻ്റെ മുകളിൽ പെർഫോം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻറ്റിജർ വാല്യൂസിൻ്റെ മുകളിൽ പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് കിട്ടുക? ഒരു ഇൻറ്റിജർ വാല്യൂ തന്നെയാണ് റിസൾട്ട് കിട്ടുക. ഫ്ലോട്ടിംഗ് പോയിന്റ് ഒരിക്കലും റിസൾട്ടായിട്ട് വരില്ല. ഓക്കെ, അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ചെയ്യുന്ന സമയത്ത്. സോ ഇത്രയാണ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വരുന്നത്. ഏതൊക്കെയാണ് സിമ്പിൾസ്? പ്ലസ്, മൈനസ്, സ്റ്റാർ, ഡിവിഷൻ ആൻഡ് മോഡുലോ ഡിവിഷൻ. നെക്സ്റ്റ് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിൽ വരുന്ന 3 ടൈപ്പാണ് പറയുന്നത്. ഇൻറ്റിജർ അരിത്തമെറ്റിക്, റിയൽ അരിത്തമെറ്റിക് ആൻഡ് മിക്സ്ഡ് മോഡ് അരിത്തമെറ്റിക്. ഓക്കെ, സോ എന്താണ് ഇൻറ്റിജർ അരിത്തമെറ്റിക് എന്നുള്ളത് നോക്കാം. When both operands in a single arithmetic operations are integers, then the expression is called integer expression. ഒരു അരിത്തമെറ്റിക് എക്സ്പ്രഷനകത്ത് രണ്ട് ഓപ്പറൻസും ഇൻറ്റിജർ വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ ആ എക്സ്പ്രഷനെ പറയുന്നതാണ് ഇൻറ്റിജർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഒരു എക്സ്പ്രഷനകത്ത് സപ്പോസ് a+b എന്ന് പറയുന്ന എക്സ്പ്രഷനകത്ത് രണ്ട് ഓപ്പറൻസിൻ്റെ വാല്യൂസും ഇൻറ്റിജേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇൻറ്റിജർ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. അതുപോലെ അങ്ങനെയുള്ള ഓപ്പറേഷനെ ഇൻറ്റിജർ അരിത്തമെറ്റിക് എന്ന് പറയും. സോ ഇൻറ്റിജർ അരിത്തമെറ്റിക്കിനകത്ത് ഓപ്പറൻസ് എപ്പോഴും എന്തായിരിക്കും? ഇൻറ്റിജർ വാല്യൂസ് മാത്രമായിരിക്കും. ആൻഡ് ഇറ്റ് ഓൾവേസ് ഈൽഡ് ആൻ ഇൻറ്റിജർ വാല്യൂ. ഓക്കെ, എപ്പോഴും ഇതെന്തായിരിക്കും? ഒരു ഇൻറ്റിജർ വാല്യൂ മാത്രമാണ് എന്ത് റിസൾട്ടായിട്ട് നമുക്ക് തരുന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 10/3 എന്ന് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ റിസൾട്ട് ഫ്ലോട്ടിംഗ് പോയിന്റിൽ നമുക്ക് കിട്ടില്ല. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? അതിൻ്റെ ഇൻറ്റിജർ വാല്യൂ മാത്രമേ അവിടെ റിസൾട്ടായിട്ട് കിട്ടുകയുള്ളൂ. ഓക്കെ, ഫ്ലോട്ടിംഗ് പോയിന്റ് അവിടെ എന്ത് ചെയ്യും? റിജക്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇൻറ്റിജർ വാല്യൂസ് മാത്രമായിരിക്കും ഇൻറ്റിജർ അരിത്തമാറ്റിക്കിന് കിട്ടുന്ന റിസൾട്ട് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓപ്പറൻസ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. In modulo division, the sign of result is the sign of dividend. ഇനി മോഡുലോ ഡിവിഷനകത്ത് മോഡുലോ ഡിവിഷൻ എന്ന് പറയുന്ന സിമ്പിൾ ഏതാണ്? ഈ പെർസെൻറ്റേജ് സിമ്പിൾ അല്ലേ? ആക്ച്വലി ഇത് ചെയ്യുന്നത് പെർസെൻറ്റേജ് ആണോ? അല്ല,
ചെയ്യുന്നത് പെർസെൻറ്റേജ് അല്ല, അത് മനസ്സിലാക്കണേ. ഇവിടെ ചെയ്യുന്നത് മോഡുലോ ഡിവിഷൻ ആണ്. മോഡുലോ ഡിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റിമൈൻഡർ കാണുക അല്ലേ. ഇവിടെ തന്നിരിക്കുന്ന ഓപ്പറൻസ്, ഈ 14 എന്ന് പറയുന്ന ഓപ്പറൻറ്റിൻ്റെയും 3 എന്ന് പറയുന്ന ഓപ്പറൻറ്റിൻ്റെയും റിമൈൻഡർ കാണുന്നതിനെയാണ് മോഡുലോ ഡിവിഷൻ ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 14 and 3 ഇവിടെ കണ്ടോ ഇൻറ്റിജർ വാല്യൂസ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇൻറ്റിജർ അരിത്തമാറ്റിക്കിൽ എപ്പോഴും എന്തായിരിക്കും? വാല്യൂസ് അല്ലെങ്കിൽ ഓപ്പറൻസ്, ഇവിടെ തന്നിരിക്കുന്ന ഓപ്പറൻസ് എന്തായിരിക്കും? ഇൻറ്റിജേഴ്സ് ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾവേസ് ആൻ ഇൻറ്റിജർ വാല്യൂ. ഓക്കെ, ഇനി ഇവിടുത്തെ പ്രത്യേകത എന്താ? മോഡുലോ ഡിവിഷൻ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോഡുലോ ഡിവിഷൻ്റെ അകത്ത് റിസൾട്ടിൻ്റെ സൈൻ എപ്പോഴും ഡിവിഡൻറ്റിൻ്റെ സൈൻ എന്താണോ അതായിരിക്കും. ഡിവിഡൻറ്റ് എന്ന് പറയുന്നത് ഏതാ? ഫസ്റ്റ് ഓപ്പറേറ്റർ. ഇവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് ഓപ്പറേറ്ററിനെയാണ് ഡിവിഡൻറ്റ് എന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഈ ഫസ്റ്റ് ഓപ്പറേറ്ററിൻ്റെ സൈൻ എന്താണോ അതായിരിക്കും എന്തുണ്ടാവുക? റിസൾട്ടിൻ്റെ സൈനായിട്ട് വരിക. ഓക്കെ, ഇപ്പോൾ ഇവിടെ എക്സാമ്പിളിൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇവിടെ നോക്കി നോക്കൂ, 14 മോഡുലോ ഡിവിഷൻ 3. ഓക്കെ, 14 3 വെച്ചിട്ട് റിമൈൻഡർ കണ്ടപ്പോൾ എന്താണ് കിട്ടിയിട്ടുള്ളത്? 2 ആണ് കിട്ടിയിട്ടുള്ളത് അല്ലേ. ബിക്കോസ് ഇവിടുത്തെ ഡിവിഡൻറ്റിൻ്റെ സൈൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. നെക്സ്റ്റ് വരുന്നത് -14 ആണ്. -14 മോഡുലോ ഡിവിഷൻ 3 പറഞ്ഞപ്പോൾ എന്താണ് റിസൾട്ട് കിട്ടിയിട്ടുള്ളത്? -2 ആണ്. ബിക്കോസ് എന്താണ്? ഇവിടുത്തെ ഡിവിഡൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്, ഡിവിഡൻറ്റിൻ്റെ സൈൻ എന്ന് പറയുന്നത് എന്താണ്? മൈനസ് ആണ്. സോ റിസൾട്ടിൽ മൈനസ് വന്നു. ദെൻ 14 മോഡുലോ ഡിവൈഡഡ് ബൈ -3. ഇപ്പം എന്താണ് റിസൾട്ട് കിട്ടിയത്? 2 ആണ്. ഇവിടെ -3 ആണ് വന്നിട്ടുള്ളത്. പക്ഷെ എന്നാലും ഇവിടുത്തെ ഡിവിഡൻറ്റിൻ്റെ സൈൻ എന്താണോ അതാണ് റിസൾട്ടിൽ വരിക. ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടും മൈനസ് ആണെങ്കിലോ എന്താ വരിക? അപ്പോഴും മൈനസ് തന്നെയാണ് വരിക. എന്തുകൊണ്ടാണ്? ഡിവിഡൻറ്റ് എന്താണോ അത് മാത്രമായിരിക്കും റിസൾട്ടിൽ ഉണ്ടായിരിക്കുക. അപ്പോൾ അതാണ് മോഡുലോ ഡിവിഷനകത്ത് വരുന്ന ഒരു കേസ്. ഇനി ഓൾവേസ് യൂസ് ഇൻറ്റിജർ ഓപ്പറൻസ് വിത്ത് മോഡുലോ ഓപ്പറേറ്റർ. മോഡുലോ ഓപ്പറേറ്ററിൻ്റെ കൂടെ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഇൻറ്റിജർ ഓപ്പറൻസ് മാത്രമായിരിക്കും. ഇൻറ്റിജേഴ്സ് മാത്രമായിരിക്കും ഓപ്പറൻസ് ആയിട്ട് വരുന്നത്. ഓക്കെ, മോഡുലോ ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇൻറ്റിജേഴ്സ് മാത്രമായിരിക്കും ഓപ്പറൻസ് ആയിട്ട് വരുന്നത്. അല്ലാതെ ഓപ്പറൻസിനകത്ത് വേറെ ഒന്നും വരില്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കാം. നെക്സ്റ്റ് വരുന്നത് റിയൽ അരിത്തമാറ്റിക്. Arithmetic operation involves only real operands are called real arithmetic. ഇവിടെ അരിത്തമെറ്റിക് ഓപ്പറേഷൻ്റെ കൂടെ റിയൽ ഓപ്പറൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത് എങ്കിൽ അതിനെയാണ് റിയൽ അരിത്തമെറ്റിക് എന്ന് പറയുന്നത്. ഇവിടെ നോക്കി നോക്കൂ, ഓപ്പറൻസ് ഏതൊക്കെയാണ്? റിയൽ നമ്പേഴ്സ് അല്ലേ യൂസ് ചെയ്തിട്ടുള്ളത്? 6.0, 7.0. ഓക്കെ, ഒരു എക്സാമ്പിൾ എടുത്തിരിക്കുകയാണ്. x = 6.0 ഡിവൈഡഡ് ബൈ 7.0. 6.0 എന്ന് പറയുന്നത് എന്താണ്? ഒരു റിയൽ നമ്പർ ആണ് അല്ലേ. അതുപോലെ 7.0 എന്ന് പറയുന്നത് എന്താണ്? മറ്റൊരു റിയൽ നമ്പർ ആണ്. അപ്പോൾ ഇതിനകത്ത് റിയൽ ഓപ്പറൻസ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ്? അതിന് റിയൽ അരിത്തമെറ്റിക് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് കിട്ടിയിരിക്കുന്നത് എന്താണ്? 0.857143. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ റിസൾട്ടും എന്തുതന്നെയാണ്? ഒരു റിയൽ നമ്പർ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിനകത്ത് റിസൾട്ട് നമുക്ക് കിട്ടുന്ന സമയത്ത് 6 ഡിജിറ്റ്സ് ആണ് നമുക്ക് എന്ത് കിട്ടുക? റിസൾട്ടിൽ കിട്ടുക. ബാക്കിയുള്ള ഡിജിറ്റ്സുകളെ അവോയ്ഡ് ചെയ്യും. 6 ഡിജിറ്റ്സ് ആണ് എപ്പോഴും ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. റിയൽ അരിത്തമാറ്റിക്കിനകത്ത് 6 ഡിജിറ്റ്സ് ആണ് ഫ്ലോട്ടിംഗ് പോയിന്റിന് ശേഷം അല്ലെങ്കിൽ പോയിന്റിന് ശേഷം നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ഫ്ലോട്ടിംഗ് പോയിന്റ് വാല്യൂസ് ആർ റൗണ്ടഡ് ടു ദ നമ്പർ ഓഫ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്സ് പെർമിസിബിൾ. ഇവിടെ പോയിന്റിന് ശേഷം പെർമിസിബിൾ ആയിട്ടുള്ള ഡിജിറ്റ്സ് എന്ന് പറയുന്നത് 6 എണ്ണമാണ്. എപ്പോഴും നമുക്ക് റിസൾട്ടിനകത്ത് 6 നമ്പേഴ്സ് പോയിന്റിന് ശേഷം റിസൾട്ടായിട്ട് കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇവിടെ റിയൽ അരിത്തമെറ്റിക് ആകുമ്പോൾ അവിടെ റിയൽ ഓപ്പറൻസ് ആണ് യൂസ് ചെയ്യുക. ഓപ്പറൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് റിയൽ നമ്പേഴ്സ് ആണ്. കണ്ടോ, അവിടെ 6.0, 7.0 ഇങ്ങനെയുള്ള റിയൽ നമ്പേഴ്സ് ആണ് ഓപ്പറൻസ് ആയിട്ട് യൂസ് ചെയ്യുക. Then the modulo operator can't be used with real operands. നമുക്ക് റിയൽ ഓപ്പറൻസിൻ്റെ കൂടെ മോഡുലോ ഓപ്പറേറ്റർ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നമ്മൾ മുന്നേ കണ്ടു എന്താണ്? ഇൻറ്റിജേഴ്സിൻ്റെ കൂടെ മാത്രമാണ്, ഇൻറ്റിജർ ഓപ്പറൻസിൻ്റെ കൂടെ മാത്രമാണ് എന്ത് യൂസ് ചെയ്യുക? മോഡുലോ ഓപ്പറേറ്റർ യൂസ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് തന്നെ റിയൽ നമ്പേഴ്സിൻ്റെ കൂടെ മോഡുലോ ഓപ്പറേറ്റർ ഒരിക്കലും യൂസ് ചെയ്യാറില്ല.
ഇനി നെക്സ്റ്റ് വരുന്നത് മിക്സഡ് അരിത്തമാറ്റിക്. മിക്സഡ് അരിത്തമാറ്റിക് എന്ന് പറയുന്നത് വൺ ഓപ്പറൻറ്റ് ഈസ് റിയൽ ആൻഡ് ദ അതർ ഈസ് ഇൻറ്റിജർ. അപ്പം നമ്മൾ ഇൻറ്റിജർ അരിത്തമാറ്റിക്കിനകത്ത് രണ്ട് ഓപ്പറൻറ്റ്സും എന്താണ് ഇൻറ്റിജേഴ്സ് ആയിരുന്നു. റിയൽ അരിത്തമാറ്റിക്കിനകത്ത് ഏതെങ്കിലും ഒന്ന് എന്താണ് ഓപ്പറൻസ് എന്താണ് റിയൽ ഓപ്പറൻസ് ആയിരിക്കും. ഓക്കെ, ഓപ്പറൻസ് എപ്പോഴും എന്തായിരിക്കും റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഇനി മിക്സഡ് അരിത്തമാറ്റിക്കിനകത്ത് ഒരു ഓപ്പറൻറ്റ് റിയൽ നമ്പറും ആയിരിക്കും, ഒരു ഓപ്പറൻറ്റ് ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. ഇഫ് either operand is real, only real operation is performed and the result is always a real number. ഇനി അതെന്താണ് മീൻ ചെയ്യുന്നത്? ഇപ്പോൾ രണ്ട് ഓപ്പറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് റിയലും ഒന്ന് ഇൻറ്റിജർ വാല്യൂ ആണെന്നുണ്ടെങ്കിൽ അവിടെ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻ ഏതായിരിക്കും? റിയൽ ഓപ്പറേഷൻ ആയിരിക്കും. ഇവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് 15 ഡിവൈഡഡ് ബൈ 10.0 which is equal to 1.5. ഇതിനകത്ത് 15 എന്ന് പറയുന്നത് എന്താണ് ഇൻറ്റിജർ വാല്യൂ ആണ്. 10.0 എന്ന് പറയുന്നത് എന്താണ് റിയൽ നമ്പർ ആണ്. അപ്പോൾ ഒരു റിയൽ നമ്പർ വന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? റിയൽ നമ്പർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ റിയൽ ഓപ്പറേഷൻ ആണ് പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് 1.5 ആണ്. ഇനി അതേസമയം രണ്ട് വാല്യൂം ഇൻറ്റിജേഴ്സ് ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. 15 ഡിവൈഡഡ് ബൈ 10 which is equal to 1. ഓക്കെ, അപ്പോൾ അത് നമ്മൾ നോർമൽ കേസ് ഇൻറ്റിജർ അരിത്തമാറ്റിക്കിൻ്റെ കേസ്. ഇപ്പോൾ ഇവിടെ മിക്സഡ് അരിത്തമാറ്റിക് ആകുമ്പോൾ ഏതെങ്കിലും ഒരെണ്ണം റിയലും ഒരെണ്ണം ഇൻറ്റിജറും ആയിരിക്കും. അപ്പോൾ റിയൽ നമ്പർ ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും? റിയൽ ഓപ്പറേഷൻ ആയിരിക്കും അവിടെ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ദാറ്റ് മീൻസ് റിസൾട്ട് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? റിയൽ നമ്പർ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഇപ്പം നമ്മൾ രണ്ട് ഇൻറ്റിജറിൻ്റെ കേസിൽ നമുക്ക് റിസൾട്ട് റിയൽ നമ്പർ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഏതെങ്കിലും ഒരു വാല്യൂവിനെ റിയൽ നമ്പർ ആക്കി സെറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ റിയൽ നമ്പർ ആയിട്ടാണ് റിസൾട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് സി ഓപ്പറേറ്റേഴ്സ് എന്താന്ന് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സി ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ദെൻ അരിത്തമാറ്റിക് ഓപ്പറേറ്റർ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു.